എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ മാഷിലിനെ കാണിക്കണം. മാഷിലാണെങ്കിൽ ബന്നും കടിച്ചു തിന്നോണ്ടിരിക്കണം. അപ്പൊ മാഷിൽ ആലോചിക്കണം, ഞാൻ ഡിവൈൻ വിജനറിയിൽ 1ാം സ്ഥാനത്ത് എത്തണമെങ്കിൽ എനിക്കാണെങ്കിൽ ക്ലാസ്സിൽ ടോപ്പറാണ്, അതെങ്ങനെ ആകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നാണെങ്കിൽ അവന്റെ മാന്ത്രിക വടി അവന്റെ പറക്കണ വടിയും കാണിച്ചു കൊടുത്ത്. അപ്പൊ ഈ പറക്കണ വടിയാണെങ്കിൽ നമ്മളെ മാഷിൽ എടുത്തേണ്ട വന്നില്ല. അപ്പൊ ഇവ ആലോചിക്കണ്ട്, പിന്നെ ആലോചിക്കണം, ഇവ ഇത്രയും വലിയ പൊട്ടനാണ് ഇതൊന്നും എടുത്തോണ്ട് വരാതിരിക്കാൻ. ഇവിടെ കട്ട് ചെയ്താ കാണിക്കുന്നത് വെച്ചാൽ ആ ടീച്ചറാണെങ്കിൽ ആ മാന്ത്രിക വടി കണക്കത്തെ സാധനം ഉപയോഗിച്ച് പറക്കാൻ എങ്ങനെ പഠിപ്പിക്കണമെന്നാണ് കാണിക്കുന്നത്. അതിലൊരു മന്ത്രമുണ്ട്, ആ മന്ത്രമൊക്കെ എല്ലാവരും ചൊല്ലണം, അപ്പോഴാണെങ്കിൽ അത് പറക്കും. നമ്മളെ മാഷിലാണെങ്കിൽ അതൊന്നും പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ എന്തൊരു ചെയ്യണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ചെറുക്കം എന്ന് പറയുന്നത്, നിനക്ക് ഇതുപോലും ചെയ്യാൻ പറ്റില്ല, നീ ഇത്രയും പവർഫുള്ളായിട്ട്. അപ്പോഴാണെങ്കിൽ നമ്മളെ മാഷിലിനാണെങ്കിൽ ദേഷ്യം കയറി വരികയാണ്. അപ്പോൾ മാഷിലാണെങ്കിൽ പറയുന്നത്, എന്നെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് പറഞ്ഞ് അവൻ ദേഷിച്ച് തറയെ ചവിട്ടിയത്, ആ കമ്പ് പൊങ്ങിയെന്ന് അവൻ്റെ കയ്യിൽ. അപ്പൊ ഇത് കണ്ട് ആ ചെറുക്കൻ പറയുന്നത്, നീ ചീറ്റിംഗ് ആ കാണിച്ചത്, നീ എന്തിനിങ്ങനെ ചീറ്റിംഗ് കാണിക്കുന്നതെന്ന് പറയും മാഷിലിനെ കളിയാക്കി. മാഷിലാണെങ്കിൽ അവൻ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് റേസിന് വാന്ന് പറയും. അപ്പൊ നമ്മളെ മാഷിലാണെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും റേസിങ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോഴാണെങ്കിൽ അവർ രണ്ടുപേരും റേസിങ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മളെ മാഷിലാണെങ്കിൽ അവന്റെ വടി എടുത്ത് കാല് വെച്ചത് മിന്നൽ വേഗത്തിലാണെങ്കിൽ അവിടെ എത്തണം. അപ്പൊ ഇതുകൊണ്ട് എല്ലാവരും ഷോക്കാ നിൽക്കുകയാണ്, ഇത് എത്ര അങ്ങനെ സ്പീഡിൽ എത്തി. അവനാണെങ്കിൽ ഫിനിഷിംഗ് ലൈൻ പോലും കിടന്നില്ല എന്ന് ആ ചെറുക്കനായിരുന്നെങ്കിൽ. അപ്പൊ ഇതൊക്കെ കണ്ട് അവൻ ഷോക്കായിരിക്കണം. കുറെ കുട്ടികൾക്കൊന്നും മനസ്സിലായി ഇവ അങ്ങനെ അപ്പുറത്തെത്തി. അപ്പൊ നമ്മളെ ഫിന്നിനാണെങ്കിൽ മനസ്സിലായി അവ എങ്ങനെ. അവനാണെങ്കിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നതിന് നമ്മളെ മാഷിലാണെങ്കിൽ അവന്റെ വടി എടുത്ത് ഊക്കിന് എറിഞ്ഞിട്ടാണെങ്കിൽ ഓടി വന്ന് അതിന്റെ പുറത്ത് ചാടി ഇരുന്നുകൊണ്ടാണ് ആരൊക്കെ വെക്കൊന്നും കാണാൻ പറ്റുക. ടീച്ചറാണെങ്കിൽ ഷോക്കായിക്കാണ്, ഇപ്പൊ മനുഷ്യൻ തന്നെയെന്ന് ഒരു ടീച്ചർ ആലോചിച്ചാണ്. അപ്പൊ നമ്മളെ മാഷിലാണെങ്കിൽ ഹായ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ആ ചെറുക്കനാണെങ്കിൽ നീ ചീറ്റിംഗ് കാണിച്ചെന്ന് പറഞ്ഞ് നമ്മളെ മാഷിലിനെ കളിയാക്കപ്പലാണെങ്കിൽ ഒരു മാന്ത്രിക പവർ കൊണ്ട് അവന്റെ വാ അങ്ങനെ മൂടേണ്. അപ്പോഴാണെങ്കിൽ അങ്ങോട്ട് ലോയിഡ് എന്ന് പറഞ്ഞൊരു ചെറുക്കൻ കയറി വരാണ്. നീ എൻ്റെ കൂട്ടുകാരൻ ചെയ്തത് തെറ്റാണ്, നീ അത് ക്ഷമിച്ചു കൊടുക്കണമെന്ന് പറയണം. അപ്പോഴാണെങ്കിൽ നമ്മളെ മാഷിലാണെങ്കിൽ കൂളായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ ലോയിഡിനെ കണ്ട് എല്ലാ കുട്ടികളും പേടിച്ചിരിക്കുകയാണ്. ഇവനാണെങ്കിൽ അവിടുത്തെ ഡോണ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ലോയിഡിന്റെ കൂട്ടുകാരനാണ് അവൻ. അപ്പൊ നമ്മളെ മാഷിലാണെങ്കിൽ അവിടെ ഹായ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ലോയിഡ് ആണെങ്കിൽ അവൻ പറഞ്ഞു, നീ സ്കൂളിന്റെ ബാക്കിൽ വരണമെന്ന് പറയണം മാഷിൻ്റെ അടുത്ത്. മാഷിലാണെങ്കിൽ പറയാം, ആ ഞാൻ വരാമെന്ന് പറയണം. അപ്പൊ ഇവിടെ കട്ട് ചെയ്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്കൂളിന്റെ ബാക്കിലാണെങ്കിൽ അവന്റെ കൂട്ടുകാരനാണെങ്കിൽ ലോയിഡ് ഇടിച്ച് പറഞ്ഞു, നീ കാരണം നീ ഒരു ചെറിയ കാര്യം പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരനെ ഇടിക്കുകയാണ്. അപ്പൊ ഇവിടെ കട്ട് ചെയ്താ മാഷിൽ പറയണം, അവൻ എന്താ വട്ടാണോ, അവന്റെ കൂട്ടുകാരനെ തന്നെ സ്വന്തമായിട്ടിരിക്കുക. അപ്പോൾ ഫിൻ പറയണം, അവൻ ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പാളിന്റെ കൂട്ടുകാരൻ്റെ മകന്, അതുകൊണ്ട് ഇവനും അവിടെ ഭയങ്കര സ്ഥാനമാണ്, അതുകൊണ്ട് ഇവൻ എല്ലാ പിള്ളേരെയും ബുള്ളൊക്കെ ചെയ്യുന്ന ഒരു ചീത്ത കുട്ടിയാണെന്നൊക്കെ ഫിൻ പറയാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്താൽ നമ്മളെ മാഷിലാണെങ്കിൽ അവിടെ നിന്ന് അവൻ്റെ ക്രീം പപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവന് കടയിലൊന്നും വാങ്ങാൻ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് അവൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളെ ലോയിഡ് ആണെങ്കിൽ അവിടെ ഷോക്ക് അയക്കണം. അവൻ ഗ്രൗണ്ടിൽ കാത്തു നിന്നിട്ട് അവൻ മാഷിൽ വന്നില്ല. എന്നിട്ട് ലോയിഡ് വന്ന് മാഷിൻ്റെ അടുത്ത് പോയി, നീ എന്താണ് ഗ്രൗണ്ടിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ വെയിറ്റ് ചെയ്യാൻ, എന്നിട്ട് നീ ആ ഗ്രൗണ്ടിൽ വരാത്തതെന്ന് ചോദിക്കും. അപ്പോൾ മാഷിൽ പറയുന്നത്, ഞാൻ ക്രീം പപ്സ് ഉണ്ടാക്കുന്ന തിരക്കായതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് മാഷിലും പറയുന്നത്. ലോയിഡ് പറയണം, എനിക്കിവിടെ ഡിവൈൻ വിജനറി ചേരണമെന്നല്ല ആഗ്രഹം, എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ, അതുകൊണ്ട് എനിക്ക് നല്ല അധികാരം. ഞാനാണെങ്കിൽ ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ ഡിവൈൻ വിജനറിയിലോട്ട് ചേർക്കാം, എന്താണെന്ന് എനിക്ക് സമ്മതമാണ്, പക്ഷെ ഒരു നിയമമുണ്ട്, നീ ഇവിടെ എല്ലാ ജോലിയും ചെയ്യണം, എൻ്റെ അടിമയായിരിക്കണമെന്ന്. അപ്പം മാഷിൽ അതിന് സമ്മതിക്കും. മാഷിൽ അവൻ്റെ ബുക്കും ബാഗൊക്കെ എടുക്കും, പിന്നെ അവൻ്റെ കാലൊക്കെ തുടച്ചു കൊടുക്കും, ഇതൊക്കെ മാഷിൽ ചെയ്തു. അപ്പോൾ മാഷിലാണെങ്കിൽ അവൻ പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്തു, അവൻ്റെ ബുക്ക് ഫുള്ള് ആരെ കീറിപ്പറിച്ചിട്ട്. അപ്പോൾ ഫിന്നിൻ്റെ അടുത്ത് നോക്കി, നിൻ്റെ എക്സ്ട്രാ ബുക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തരാം. അപ്പോൾ ഫിൻ പറയണം, എൻ്റെ എക്സ്ട്രാ ബുക്കൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോൾ മാഷിലാണെങ്കിൽ നമ്മളെ ഫിന്നിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും നിൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള ക്രീം പപ്സ് ആണെങ്കിൽ ഫിന്നിനും കൂടെ കൊടുക്കും. അപ്പോൾ ഇതുകൊണ്ട് ഫിന്നിന് ഒരുപാട് വിഷമമായി. സത്യത്തിൽ ആ ബുക്കെല്ലാം കീറി വെച്ചത് ഫിന്നാണ്, ലോയിഡ് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്, മലപ്പുറമൊന്നുമില്ല. അപ്പോൾ നമ്മളെ മാഷിലാണെങ്കിൽ ക്രീം പപ്സ് അവനും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ലോയിഡാണെങ്കിൽ തറയിൽ വെള്ളം ഒഴിച്ചിട്ട് മാഷിൻ്റെ അടുത്ത് പറയും, നീ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മളെ മാഷിലാണെങ്കിൽ ഒന്നും പറയാതെ തറ ക്ലീൻ ചെയ്താണെങ്കിൽ നമ്മളെ മാഷിൽ ക്ലീൻ ചെയ്ത ഭാഗം തന്നെ വെളുത്തോണ്. അപ്പോഴാണെങ്കിൽ നമ്മളെ ഫിൻ കൊടുത്ത ബുക്ക് അവൻ്റെ ആയിരിക്കണം. അപ്പോൾ മാഷിൽ വിചാരിക്കും ഫിൻ്റെ ഒരു പാവമാണെന്ന് മാഷിൽ വിചാരിക്കുന്നു. അപ്പോഴാണെങ്കിൽ ലോയിഡാണെങ്കിൽ ഫിന്നിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്,
നീ ആണെങ്കിൽ ഇനി അവൻ്റെ ഉടുപ്പും വലിച്ചെല്ലാം കീറി വെക്കണം. അപ്പോൾ ഇത് കേട്ടാണെങ്കിൽ ഫിൻ പറയണ ഇല്ല ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല. ആ ഫിൻ പറയണ അവൻ പാവ അവൻ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ ലോഡാണെങ്കിൽ അവൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചാണെങ്കിൽ അവനെ ഫുൾ വേദനിച്ചാണ്. അവൻ്റെ ശരീരം പുറം ഫുള്ളും മുറിയാണ്. അവ അലറിക്കാറയാണ്. അപ്പോൾ അവിടെ ആയിട്ട് മാഷിൽ വരെയാണ്. മാഷിൽ ഫിന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ അവനെ ദ്രോഹിച്ചതെന്ന് മാഷിലാണെങ്കിൽ ലോഡിൻ്റെ അടുത്ത് ചോദിക്കണം. അവൻ്റെ ബുക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഫിന്നിൻ്റെ. അപ്പോഴാണെങ്കിൽ ഫിന്നിൻ്റെ മുഖം ഫുള്ളും മുറിഞ്ഞത്. അപ്പം ഫിന്നാണെങ്കിൽ മാഷിൻ്റെ അടുത്ത് സോറി ചോദിക്കണം. സോറി മാഷിൽ ഇവൻ പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ ബുക്കെല്ലാം വലിച്ചേക്കരുത്, എന്നോട് ക്ഷമിക്കണം. അപ്പം അതൊന്നും കുഴപ്പമില്ല, പക്ഷേ നീയാണെങ്കിൽ ഫിന്നിനെ തല്ലിയതിന് നിന്നെ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞ് മാഷിൽ വിൽക്കണം. അപ്പം അവനാണെങ്കിൽ ഫിൻ കരയാണ്. അപ്പം മാഷിലാണെങ്കിൽ അതുകൊണ്ട് അവന് സഹിക്കാൻ പറ്റില്ല, അവന് ദേഷ്യം കയറി വരാൻ. അപ്പോൾ ലോഡാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും വെരി യൂസ്ലെസ് ആണെന്ന് പറയാൻ. അപ്പോൾ നമ്മളെ ഫിന്നിൻ്റെ അടുത്താണെങ്കിൽ മാഷിൽ നടന്നു വരാൻ. മാഷിലാണ് നീ എൻ്റെ മുടി കയറി പിടിച്ചത് ലോഡിന് ഒരടി. ലോഡിന് പിന്നെ അനക്കം ഉണ്ടാവില്ല. അവിടുത്തെ രണ്ട് കുട്ടികൾ ഷോക്കായിക്കണം. ഫിന്നിനൊന്നും മനസ്സിലായി. പിന്നെ അവൻ്റെ പവർ കൊണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കണം മാഷിൻ്റെ പവർ. അപ്പോൾ മാഷിലാണെങ്കിൽ അവിടെ നിൽക്കണം. അപ്പോഴാണെങ്കിൽ അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ പറയും നിന്നെ ഇപ്പം തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും, നീ ഇവിടെ ചെയ്തതൊരു കാര്യമാണ്. ഇവൻ്റെ അച്ഛൻ എൻ്റെ അടുത്താണ് ഇവനെ നോക്കാൻ വേണ്ടി പറഞ്ഞേക്കണമെന്ന് പറയണം. അപ്പം നമ്മളെ മാഷിലാണെങ്കിൽ പറയും നിങ്ങളത് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ നിങ്ങളെവിടെ കാണൂല എന്ന് പറയണം. എന്നിട്ട് അയാളെ മോന്തക്കിട്ടൊന്ന് കൊടുക്കണം. അയാളാണെങ്കിൽ ചത്ത് തിളക്കണമെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അയാളെ എടുത്താണെങ്കിൽ ഒരു വലിയ കുഴി ഒഴിച്ച് ആ കുഴിക്കകത്തിറക്കിയിടണം. എന്നിട്ട് അയാളെ മണ്ണിട്ടൊക്കെ മൂടണം. എന്നിട്ട് പറയണം നിങ്ങൾ ഇനി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ നിങ്ങൾ ഇനി ഇവിടെ കാണൂല എന്ന് മാഷിലൊരു താക്കീത് തുടക്കുകയാണ്. വൈസ് പ്രിൻസിപ്പാൾ പറയടാ നീ ഒന്ന് എന്നെ ഇറക്കി വിടാൻ എനിക്ക് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ മാഷിലാണെങ്കിൽ ഇറക്കി വിടാൻ ഒരു ഇതിനുമില്ല. അപ്പോഴാണെങ്കിൽ അവിടെ മെയിൻ ഹെഡ് മാസ്റ്ററിനെ കാണിക്കണം. മാഷിനെ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്തോട്ട് വിളിച്ചിരിക്കണം. ഹെഡ് മാസ്റ്റർ പറയണം നീ ചെയ്തതൊരു വലിയ തെറ്റാണ്. അപ്പോൾ നമ്മൾ മാഷിൽ വയ്ക്കണം ക്രീം പപ്സ് ഉണ്ടാക്കിയത് അവരെ അടിച്ചത്. അപ്പോൾ പറയണം നീ ക്രീം പപ്സ് ഉണ്ടാക്കിയത് ഇത് രണ്ടും തെറ്റാണ്, പക്ഷേ എനിക്ക് പ്യൂർ ഓഫ് എന്നാണ് ഇത് വന്നേക്കുന്നത്. പ്യൂർ ഓഫ് എന്ന് വെച്ചാൽ ഈ ലോകത്തിനെ ഈ നാടിനെയൊക്കെ രക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവരിവിടുത്തെ ഒരു ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് പഠിച്ചു പോണ കുട്ടികളാണ് പ്യൂർ ഓഫിൽ പഠിക്കുന്നത്. അതുകൊണ്ട് നീയും പ്യൂർ ഓഫിൽ ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നീ പ്യൂർ ഓഫിൽ ചേരണമെങ്കിൽ നീ ഒന്നും ചെയ്യാതിരിക്കണം. നിന്നെ പ്യൂർ ഓഫിൽ ചേരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ TC ലെറ്റർ കത്തിച്ചോളാണ്. എന്നിട്ട് പറയണം മാഷിൽ നീ ഒരു നല്ല കുട്ടിയാണ്, അതുകൊണ്ട് നീ പ്യൂർ ഓഫിൽ ചേരണം, നീ നാടിനെ രക്ഷിക്കണം. ഈ നാടിൽ തെറ്റ് ചെയ്യുന്നവരൊന്നുമില്ല, നല്ല സമാധാനപൂർവമായ ലോകമാണ്. അതായിട്ട് മാഷിൽ പറയാം എന്തായാലും ഞാൻ ആക്കിയിരിക്കും. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയണം നീ എന്തായാലും പ്യൂർ ഓഫ് ചേരുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്, നീ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് മാഷിലിൻ്റെ അടുത്ത് പറയണം. മാഷിൽ പറയണം ഞാൻ എന്തായാലും അങ്ങേക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും, ഉറപ്പായിട്ട് ഞാൻ പ്യൂർ ഓഫിൽ ചേർന്നിരിക്കുമെന്ന് മാഷിൽ ഉറപ്പ് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് അയാൾക്ക് ഒരുപാട് ഇമ്പ്രസ് ആവണം. ഇവൻ നല്ല കുട്ടിയാണ്, ഇവ ഇനി ലോകത്തിന് സമാധാനം. എന്നിട്ട് അയാളൊരു കാര്യം പറയാം ഇവിടെ ആണെങ്കിൽ നീ എല്ലാ ക്ലാസ്സിലും ടോപ്പേഴ്സിലും എല്ലാ മാച്ചിലും നീ 1ാം സ്ഥാനം മേടിച്ചാൽ എനിക്ക് ഒരുപാട് ഗോൾഡ് കോയിൻസുകൾ കിട്ടും. ആ കോയിനൊക്കെ ഉപയോഗിച്ചാണ് നിനക്ക് ഈ പ്യൂർ ഓഫിൽ ചേരാൻ പറ്റുന്നതെന്ന് പ്രിൻസിപ്പാൾ പറയണം. അതിന് നീ വേണ്ടി നീ പരിശ്രമിക്കണമെന്നും പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് പറയണം മാഷിൽ പറയണം അങ്ങ് എൻ്റെ മാസ്റ്ററാണ്, അങ്ങ് പറയണം ഞാൻ എല്ലാം കേൾക്കുമെന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ TC ലെറ്റർ ഒന്നും കിട്ടാത്ത ലോയിഡിനും അവൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനും നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളെ കഥാനായകനാണെങ്കിൽ അവിടെ ഫേമസ് ഒക്കെ. അപ്പോൾ കഥാനായകൻ്റെ അടുത്തോട്ട് ടോം എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ട് പറയുകയാണ് മാഷിൻ്റെ അടുത്ത് വരാൻ പോണ ഡ്യുവലോ കോമ്പറ്റീഷനെ കുറിച്ച് പറയണം. അപ്പോൾ അതിൻ്റെ കുറേ പെണ്ണുങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയും അതാണ് ഡ്യുവലോ കോമ്പറ്റീഷൻ്റെ ചാമ്പ്യനാണ്, അവൻ നല്ല ക്യൂട്ടാണല്ലേ എന്നൊക്കെ പറയണം. അപ്പോഴാണെങ്കിൽ ഇവിടെ നമ്മളെ മാഷിനും ഫിന്നിനും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഇവൻ പറയണം ഡ്യുവലോ മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു മാന്ത്രിക വടിയിൽ പറക്കണ വടിയിൽ കൂടെ പറന്ന് ബാസ്ക്കറ്റിൽ ബോൾ ഇടുക. അപ്പം നമ്മളെ കഥാനായകൻ പറഞ്ഞു അതിനെനിക്ക് പറക്കാൻ അറിഞ്ഞുകൂടല്ലോ എന്ന് പറയണം. അപ്പം അവൻ വിട്ടുകൊടുക്കാതെ പറയണം എനിക്ക് പറക്കാൻ അറിയാം, നീ ഒരു വേൾഡ് റെക്കോർഡ് തന്നെ നേടിയിട്ടുണ്ട്, കുറഞ്ഞ സമയത്ത് നീ അത്രയും സ്പീഡ് യാത്ര ചെയ്തു. അപ്പം പറയണം എനിക്ക് സത്യമായിട്ട് ഒന്നും അറിഞ്ഞുകൂടെന്ന് മാഷിൽ പറയണം. എന്നിട്ടും ടോം സമ്മതിക്കണില്ല, നീ എന്തായാലും നല്ല എനിക്കറിയാം, നീ പറ്റിക്കേണ്ട. എന്നിട്ട് പറഞ്ഞ് നീ എന്തായാലും ഉറപ്പായിട്ട് വന്നേ പറ്റുമെന്ന് പറഞ്ഞ് നാളത്തെ കോമ്പറ്റീഷൻ കാണിക്കണം. അപ്പോൾ കോമ്പറ്റീഷൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വെച്ച് നമ്മളെ മാഷിനെയാണ് കാണിക്കുന്നത്. മാഷിനാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാതിരിക്കണം. അപ്പോൾ അവിടെ പിന്നൊക്കെ ആണെങ്കിൽ ലെമണും പിന്നൊക്കെ നിന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ
മാഷിന് മാത്രം ഇങ്ങനെ കമ്പും വെച്ചെൻ്റെ തറയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അവർ കൂട്ടുകാരന്മാരെയും ടീമൊക്കെ പറഞ്ഞു, നീ എന്താണ് വരാത്തത്, നീ വാ. അപ്പോൾ മാഷിലോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറിഞ്ഞുകൊണ്ടെന്ന്. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.